Good morning all. Today we are going to discuss about the writer Kamala Das. നമ്മൾ കമലാ ദാസ് എന്നുള്ള റൈറ്ററിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം എന്താണ് മലയാളത്തില് ഫസ്റ്റ് നമ്മുടെ കമലാ ദാസ് എഴുതുന്നത് അല്ലെങ്കിൽ കമലാ സുരയ്യ എഴുതുന്നത് മലയാളത്തിലാണ് അല്ലെ. മലയാളത്തിലാണ് ആദ്യം അവരുടെ കൃതികൾ പബ്ലിഷ് ചെയ്ത് വരുന്നത്. അതിനുശേഷമാണ് ഇംഗ്ലീഷിൽ അവര് എഴുതാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അവര് മലയാളത്തിൽ എഴുതിയിരുന്ന സമയത്താണ് ആ ഒരു കമലാ സുരയ്യ എന്നുള്ള പേരില് പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ വർക്ക്സ് പബ്ലിഷ് ചെയ്തിരുന്നത്. ഇംഗ്ലീഷിലാണ് കമലാ ദാസ് എന്നുള്ള ആ ഒരു നാമധേയം അവർ സ്വീകരിച്ചിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുമ്പോഴാണ് കമലാ സുരയ്യ എന്നുള്ള ആ ഒരു നാമം സ്വീകരിച്ചിട്ടുള്ളത്. എന്റെ കഥ, നിർമാതളം, പൂത്തകാലം തുടങ്ങിയൊക്കെയാണ് ഇൻട്രൊഡക്ഷൻ, ഇംഗ്ലീഷ് പോയാണ്. അതൊക്കെയാണ് അവരുടെ പ്രശസ്തമായിട്ടുള്ള കൃതികൾ. ഓക്കെ, അതുപോലെ തന്നെ കമലാ ദാസ് എന്താണ് ഒരു കൺഫെഷണൽ പോയറ്റ് എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. എന്താണ് കൺഫെഷണൽ പോയം അല്ലെങ്കിൽ കൺഫെഷണൽ മോഡ് ഓഫ് റൈറ്റിംഗ് എന്ന് നമുക്ക് നോക്കാം. അതായത് ഒരാള് മീൻസ് ഒരു റൈറ്റർ അവരുടെ പേഴ്സണൽ ഫീലിങ്സും ഇമോഷൻസും ഒക്കെ അവരുടെ വർക്ക്സിലൂടെ അറിയിക്കുക അല്ലെ, അതായത് അവരുടെ വർക്ക്സിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കൺഫെഷണൽ മോഡ് ഓഫ് പോയട്രി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പേഴ്സണൽ ലൈഫിലുള്ള നമ്മളുടെ ഫീലിങ്സും ഇമോഷൻസും ഒക്കെ വർക്ക്സിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, കമലാ ദാസ് ഇതുപോലെ ഒരു കൺഫെഷണൽ പോയറ്റ് എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അമേരിക്കൻ ലിറ്ററേച്ചറിൽ സിൽവിയ പ്ലാത്ത് ഒരു കൺഫെഷണൽ പോയറ്റ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കമലാ ദാസിനെ കുറിച്ചിട്ട് പഠിക്കുന്നത് എസ്പെഷ്യലി മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്നുള്ള പോയം റിലേറ്റഡ് ആയിട്ടാണ്. ഓക്കെ, അപ്പൊ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന് പറയുന്നത് നമ്മുടെ കമലാ ദാസിന്റെ അല്ലെങ്കിൽ കമലാ സുരയ്യയുടെ ആ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറീസ്, ബാല്യകാല സ്മരണകൾ ഉണർത്തുന്ന ഒരു പോയാണ്. മീൻസ് ഒരു പഴയ കാലത്ത് അല്ലെങ്കിൽ തന്റെ കുട്ടിക്കാലത്ത് താൻ തൻ്റെ ഗ്രാൻഡ് മദറിന്റെ ഹൗസിൽ പോയപ്പോൾ ഉണ്ടായിരുന്ന കാര്യങ്ങള്, ഗ്രാൻഡ് മദറിന്റെ വീട്ടിൽ പോയപ്പോൾ അവർ എക്സ്പീരിയൻസ് ചെയ്തിരുന്ന കാര്യങ്ങളാണ് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്നുള്ള പോയത്തിലൂടെ അവര് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളുടെ കമലാ ദാസിനെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ എന്താണ് കമലാ ദാസിനെ ഒരു റിബൽ എന്നുള്ള രീതിയിൽ സൊസൈറ്റി കണക്കാക്കിയിരുന്നു. എന്താണ് റിബൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൊസൈറ്റി ആക്സെപ്റ്റ് ചെയ്യാത്ത പല കാര്യങ്ങളും ഇവരെന്താണ് വർക്ക്സിലൂടെ എക്സ്പ്രസ് ചെയ്തിരുന്നു. അതായത് നമ്മളുടെ ടാബു ടോപ്പിക്സ്. എന്താണ് ടാബു ടോപ്പിക്സ്? സെക്ഷുവാലിറ്റി, അതുപോലെ തന്നെ നമ്മൾ സൊസൈറ്റിയുടെ മുന്നിൽ പറയാൻ മടിക്കുന്ന പല കാര്യങ്ങളും അവർ ഡയറക്റ്റ് ആയിട്ട് അവരുടെ വർക്ക്സിലൂടെ എക്സ്പ്രസ് ചെയ്തിരുന്നു. ഓക്കെ, ഇതിനാണ് നമ്മൾ പുറത്ത് സൊസൈറ്റിയുടെ മുന്നിൽ പറയാൻ മടി കാണിക്കുന്ന ടോപ്പിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടാബു ടോപ്പിക്സ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മളുടെ കമലാ ദാസ് എന്താണ് അവരുടെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും അതുപോലെ പച്ചയായിട്ടുള്ള ജീവിതാവിഷ്കാരം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ലൈഫിൽ നടന്നിട്ടുള്ള ഇൻസിഡൻസ് അതുപോലെ തുറന്ന് എഴുതിയിരുന്ന ഒരു കവയത്രി ആയിരുന്നു കമലാ ദാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവർക്ക് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് അവാർഡ്സ് ഒക്കെ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരുപോലെ റിനൗഡ് ആയിട്ടുള്ള, റിനൗഡ് വിച്ച് മീൻസ് എന്താണ്, പ്രശസ്തയായിട്ടുള്ള ഒരു കവയത്രി ആയിരുന്നു നമ്മുടെ കമലാ ദാസ് എന്ന് പറയുന്നത്. അവർ ഇംഗ്ലീഷിലും ഒരുപാട് വർക്ക്സ് എഴുതിയിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ അതൊക്കെ അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് എഴുതിയിട്ടുള്ളതാണ്. അധികം ഇവരുടെ വർക്ക്സ്, നമ്മുടെ കമലാ ദാസിന്റെ വർക്ക്സ് എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങള്, അവരുടെ ഓൺ എക്സ്പീരിയൻസ്, അവരുടെ സ്വന്തം അനുഭവങ്ങളാണ്. സമ്മർ ഇൻ കൽക്കട്ട എന്നൊക്കെ പറയുന്ന പോയത്തിലൊക്കെ എന്താണ് അവര് കൽക്കട്ടയിൽ ജീവിച്ചിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഇൻസിഡൻസ് ആണ് അതിൽ റിഫ്ലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഇവരുടെ ഹസ്ബൻഡ് ഒരു ബാങ്ക് എംപ്ലോയി ആയിരുന്നു എങ്കിൽ പോലും ഇവരുടെ റൈറ്റിങ്സിന് വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു. ഇവരുടെ ഹസ്ബൻഡിന്റെ മരണശേഷമാണ് ഇവരെന്ത് കൺവേർട്ട് ചെയ്തത്, അതായത് ഇസ്ലാം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു പോയം നമ്മളുടെ മൈ ഗ്രാൻഡ് മദേഴ്സ്
ഹൗസ് എന്ന് പറയുന്ന പോയത്തില് ഇവരുടെ നൊസ്റ്റാൾജിക് മെമ്മറീസ് ആണ് ഇവർ റിഫ്ലക്ട് ചെയ്യുന്നത്. എന്താണ് നൊസ്റ്റാൾജിക് മെമ്മറീസ് എന്ന് പറഞ്ഞാല് ആ ഒരു ഗൃഹാതുരത്വം ഉണർത്തുന്ന പഴയകാല ബാല്യകാല സ്മരണകളാണ് ഈ ഒരു പോയത്തിലൂടെ ആര് എക്സ്പ്രസ് ചെയ്യുന്നത്? കമലാദാസ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ജസ്റ്റ് കമലാദാസിനെ കുറിച്ചിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഓൾ.